ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിടത്ത് മേഖലകൾ തിരിച്ചുള്ള പരിശോധനയാണ് ഇന്നും പുരോഗമിക്കുന്നത്. ഇന്ന് ദുരന്തമുണ്ടായതിന്റെ 6ാം ദിവസമാണ്. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് വ്യാപക തെരച്ചിലാണ് രാവിലെ മുതൽ തന്നെ നടക്കുന്നത്. ഇന്ന് അവിടെ നിന്ന് മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടാതെ 9 ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്തിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തുന്നത് പോത്തുകൽ പോലീസ് സ്റ്റേഷനിലാണ്. സന്നദ്ധ പ്രവർത്തകരാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് സഹായം നൽകുന്നത്. സമീർ ബിൻ കരീം പുതിയ വിശദാംശങ്ങളുമായി. സമീർ, ഇന്ന് കണ്ടെടുത്ത മൃതദേഹം അവിടെ എത്തിച്ചോ? അതിന്റെ തുടർ നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായോ? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തുകൽ പോലീസ് സ്റ്റേഷനിലാണ്. ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന മൃതദേഹമാണ് ഇപ്പോൾ ഈ ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. പ്രധാനമായും ഇവിടെ നടക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികളാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരാണ്, ഇവിടുത്തെ ക്ലബിൻ്റെ ഭാരവാഹികളാണ്, ഒപ്പം തന്നെ ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സാണ്. കഴിഞ്ഞ ഈ അപകടമുണ്ടായി മുതൽ തന്നെ ലഭിക്കുന്ന മൃതദേഹങ്ങൾ മുഴുവനായും ഇൻക്വസ്റ്റ് നടക്കുന്നത് ഇവിടെ നിന്ന് ആണ് എന്നുള്ളത് നേരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ 200-ലധികം മൃതദേഹങ്ങൾ ഇതുവരെ ഇൻക്വസ്റ്റ് എല്ലാം തന്നെ ഇവർ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനെല്ലാം തന്നെ സഹായിക്കുന്ന നമ്മുടെ ഇതിൽപ്പെട്ട ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് പ്രധാനമായും ഇവിടെ ചെയ്യുന്നത്? ഇവിടെ സംഭവം നടന്ന മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം വന്ന ആദ്യ ബോഡി മുതൽ അന്ന് ഇവിടെ നമ്മളെ തൊട്ടടുത്ത ചാലിയാർ പുഴയുടെ തീരത്തു നിന്നും ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹമായിരുന്നു വന്നിരുന്നത്. അത് മുതൽ ഒരു മിനിറ്റ് അന്ന് മുതൽ ഇത് 4-5 ദിവസമായി തുടർച്ചയായി നിരന്തരം ചാലിയാറിൽ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഓരോ ബോഡിയും ഇവിടെ വന്ന് ജില്ലാ പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ASIയും മറ്റു കോൺസ്റ്റബിൾ അംഗങ്ങളും CPO എല്ലാവരും കൂടി ഒപ്പം പോത്തുകൽ ഫ്രണ്ട്സ് ക്ലബിൻ്റെ മുഴുവൻ പ്രവർത്തകരും അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും വന്ന് ഈ ബോഡിക്ക് വേണ്ട എല്ലാ ശുചീകരണ പ്രവൃത്തികളും നടത്തി പെട്ടെന്ന് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇന്ന് വരെ 148ാമത്തെ കേസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് പ്രധാനമായും ചെയ്യുന്നത് ഇവിടെയുള്ള ഞങ്ങളുടെ ക്ലബ്ബ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസിലെ ASI സെലീന മാഡത്തിൻ്റെയും സുദേവ് CPO അങ്ങനെ മറ്റു ഞങ്ങളുടെ തന്നെ നാട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തോടു കൂടി വളരെ സുസ്ഥിരമായ, കാരണം ജീർണിച്ച് അഴുകിയ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ അംഗഭേദം വന്ന ചില കാലുകളും കൈകളും മാത്രമായിട്ടും ചെറിയ പാർട്സുകളുമായിട്ടൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദിനേന കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുണ്ടക്കൈ ദുരിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും ഇപ്പോൾ ഞങ്ങൾ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള ഫുഡ് വിതരണവും ഞങ്ങളുടെ ക്ലബിൻ്റെ കീഴിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ടും വിവിധ സംഘടനകൾ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇന്നും ഇപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം 600ഓളം ഭക്ഷണ സാധനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ഇത്രയധികം ദിവസം ഈ പ്രധാനമായും ഇൻക്വസ്റ്റിനെല്ലാം തന്നെ സഹായിക്കുന്നത് ഇവരാണ് എന്നുള്ളതാണ്. അതായത് ആദ്യം ഈ ബോഡി ഒന്നും ചെയ്യാതെ അവിടെ ഈ കിട്ടുന്ന ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ബോഡി നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നിന്നാണ് ഈ എല്ലാവിധ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നവരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഇവരെ സഹായിക്കുന്ന ആളുകളും. അറിഞ്ഞ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചാലിയാറിൽ നിന്നെത്തിക്കുന്ന മൃതദേഹമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിലായി കിട്ടിയ ഒരു മൃതദേഹം അത് അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. ഇൻക്വസ്റ്റിന് അവിടെ സഹായം നൽകുന്ന സന്നദ്ധ പ്രവർത്തകർ അവരാണ് നമ്മളോട് അല്പസമയം മുൻപ് സംസാരിച്ചത്. ആദ്യ ദിനം മുതൽ ഏത് തരത്തിലേക്കാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ അവിടെ നടക്കുന്നത് എന്നതാണ് അവർ വിശദീകരിച്ചത്.